എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂലൈ 30-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് മെയിൻസ് എക്സാമുകളൊക്കെ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം മെയിൻസ് എക്സാമുകളുടെ സിലബസിൽ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. സോ പരീക്ഷയിൽ ഒരു നല്ല റാങ്ക് നേടിയെടുക്കണമെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തണം. സോ അത്തരത്തിൽ കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് ടാലന്റ് ഒരു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ വസ്തുതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ദെൻ ഈ ഒരു ഇടയ്ക്ക് നടന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranza.talentkerala.com ഈ പുസ്തകം ലഭ്യമാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2026 നമ്മുടെ BD സതീശൻ, അതായത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രി അദ്ദേഹമാണ്. അദ്ദേഹം കേരളത്തിന്റെ പുതുക്കിയ ബജറ്റ് എന്ത് ചെയ്തു 2026 അവതരിപ്പിച്ചു. നമ്മൾ ചർച്ച ചെയ്തതാണ്. സോ അതിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ടും പരാമർശിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് റാഗിങ് നിരോധിക്കാനായിട്ട് ഒരു ആക്റ്റും ഒരു ആപ്പും കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിദ്ധാർത്ഥൻ ആന്റി റാഗിങ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്റ്റും അതേപോലെ തന്നെ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് സിദ്ധാർത്ഥൻ ആന്റി റാഗിങ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടിന്റെ കരട് തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? സിദ്ധാർത്ഥൻ ആന്റി റാഗിങ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടിന്റെ കരട് തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അത് അച്യുത ശങ്കർ എസ് നായർ. ആരാണ്? അച്യുത ശങ്കർ എസ് നായർ ആണ്. കൃത്യമായിട്ടൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ആക്ട് കൊണ്ടുവരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ദെൻ ഈ പറയുന്ന അച്യുത ശങ്കർ എസ് നായർ എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർപേഴ്സൺ ആണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ആഭ്യന്തര വകുപ്പാണ് ഈ ഒരു സമിതി രൂപീകരിച്ചത്. അപ്പൊ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മന്ത്രിയെ നമ്മൾ അറിയണം, രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് ഹരിപ്പാടാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു പോവുക. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതായത് സിദ്ധാർത്ഥൻ ആന്റി റാഗിങ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടിന്റെ കരട് തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു. അതാരാണ്? അച്യുത ശങ്കർ എസ് നായർ ആണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് നീതി ആയോഗ് പുറത്തിറക്കിയ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ്. അതായത് 2026 പുറത്തുവിട്ട നീതി ആയോഗിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സിൽ വലിയ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയത് സംസ്ഥാനം ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ? 2026 നീതി ആയോഗ് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്? നീതി ആയോഗ് പുറത്തുവിടുന്നത്. സോ ആ ഒരു ഇൻഡെക്സിൽ നമ്മളൊരു സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രധാനപ്പെട്ട 3 കാറ്റഗറികളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതില് ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നതാണ് ഒരു കാറ്റഗറി കേട്ടോ. ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. അതേപോലെ തന്നെ മലയോര സംസ്ഥാനങ്ങൾ ആൻഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു കാറ്റഗറിയാണ്. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സിറ്റി, സ്റ്റേറ്റ് ആൻഡ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് 3-ാമത്തെ കാറ്റഗറി. സോ ഈ 3 കാറ്റഗറികൾ നമ്മൾ എന്തായാലും പറയും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു വലിയ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ദെൻ രണ്ടാമത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ് 2-ാം സ്ഥാനത്ത്. 3-ാം സ്ഥാനത്ത് നമ്മുടെ തമിഴ്നാടാണ് 3-ാം സ്ഥാനത്ത്. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ 1-ാമത്തെ കാറ്റഗറിയാണ്. 1-ാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏതാ? വലിയ സംസ്ഥാനങ്ങളുടെ കാറ്റഗറിയാണ്. അതില് ഗുജറാത്ത് 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 3-ാം സ്ഥാനത്ത് തമിഴ്നാട്. ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് 12 ആണ് കേട്ടോ. 12-ാമതാണ് കേരളം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഒരു കാറ്റഗറി കഴിഞ്ഞു. സോ നമ്മുടെ കേരളമുള്ള ഒരു ഒരു കാറ്റഗറി ആയതുകൊണ്ടാണ് നമ്മൾ 1, 2, 3 സ്ഥാനക്കാരെയൊക്കെ പറഞ്ഞത്. ഇനി മറ്റ് 2 കാറ്റഗറികൾ കൂടി ഉണ്ട്. അതിലെ 1-ാം സ്ഥാനത്തെത്തിയത് ആരാണെന്ന് മാത്രം നോക്കിയിട്ട് നമുക്ക് അങ്ങ് പോവാം. അപ്പോൾ 2-ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മലയോര അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. സോ അതിനകത്ത് മലയോര പ്രദേശത്തുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള നമ്മുടെ ലഡാക്കും ജമ്മു കാശ്മീരും ഒക്കെ വരും കേട്ടോ. അപ്പൊ അതില് 1-ാം സ്ഥാനത്ത് വന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ് അതിൽ 1-ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ മലയോര അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ 1-ാം സ്ഥാനത്ത് വന്നത് ഉത്തരാഖണ്ഡാണ്. ഇനി സിറ്റി, സ്റ്റേറ്റ് അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ 1-ാമത് വന്നത് ഗോവയാണ് കേട്ടോ. ഗോവ ഈ പറയുന്ന സിറ്റി, സ്റ്റേറ്റ് ആൻഡ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഗോവയെ ഉൾപ്പെടുത്തിയത്. സോ ആ ഒരു കാറ്റഗറിയിൽ 1-ാമത് വന്നത് ഗോവയാണ്. അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക. ദെൻ നീതി ആയോഗ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡെക്സ് പുറത്തുവിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേ ബി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പേരിനൊപ്പം മഹാത്മാഗാന്ധി എന്ന് ചേർക്കാനായിട്ട് നടപടി ആരംഭിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ, എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പേരിനൊപ്പം മഹാത്മാഗാന്ധി എന്ന് ചേർക്കാനായിട്ട് നടപടി ആരംഭിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. കാര്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് പറയുമ്പോൾ അധിക സംസ്ഥാനങ്ങളൊന്നുമില്ല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കർണാടകയാണ്. കൃത്യമായിട്ട് ഓർക്കുക, ഈ കർണാടക നമ്മൾ റീസെന്റ് ആയിട്ടൊക്കെ ചർച്ച ചെയ്തതാണല്ലേ. കാര്യം അവിടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ടായിരുന്നു. നിലവിലെ കർണാടക മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ ആണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, വളരെ കാര്യമായിട്ട് ഓർക്കുക. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പേരിനൊപ്പം മഹാത്മാഗാന്ധി എന്ന് ചേർക്കാനായിട്ട് നടപടി ആരംഭിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. ഇനി അതിന്റെ ബാക്കി അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഗ്യാസ് സിലിണ്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഉപഭോക്താക്കൾക്ക് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് വഴി LPG സിലിണ്ടർ വീട്ടുപടിക്കൽ എത്തിക്കാനായിട്ട് പദ്ധതിയിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ കമ്പനി ഏതാണ്? അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി മുതൽ വീട്ടുപടിക്കൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഗ്യാസ് സിലിണ്ടർ എത്താൻ പോവുകയാണ്. എല്ലായിടത്തും അല്ല കേട്ടോ. അപ്പോൾ ഉപഭോക്താക്കൾക്ക് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് വഴി LPG സിലിണ്ടർ വീട്ടുപടിക്കൽ എത്തിക്കാനായിട്ട് പദ്ധതിയിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ HPCL ആണ്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇത്തരത്തിലൊരു സംഭവം കൊണ്ടുവരാനായിട്ട് പോകുന്നത്. then അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ മാസം അല്ലെ ജൂണിൽ നമ്മുടെ വെനസ്വേലയിൽ ഒരു ഇരട്ട ഭൂകമ്പം നടന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. then ഇപ്പോൾ മറ്റൊരു രാജ്യത്തൊരു ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ്. അതായത് 2026 ജൂലൈ മാസത്തിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഏത് രാജ്യത്താണ്? അപ്പൊ എന്താ പറഞ്ഞേ, 2026 ജൂലൈ മാസത്തിൽ, ഞാൻ വെനസ്വേലയുടെ കാര്യം പറഞ്ഞു, അത് ജൂണിലാണ്. അപ്പൊ 2026 ജൂലൈ മാസത്തിൽ എന്താണ് 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഭൂകമ്പം മാത്രമല്ല, അവിടെ ചെറിയൊരു സുനാമിയുടെ ഭീഷണിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുവാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങളിൽ മിക്ക ആൾക്കാരും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, കാര്യം അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടാലന്റിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ 75 93 98 57 57 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ veranza.talentgala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്താൽ മതി. സോ ഇതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ AI മോഡലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അടുത്തിടെ കിമി K3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ AI മോഡൽ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞേ, അടുത്തിടെ കിമി K3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ AI മോഡൽ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് ഏതെന്നാണ്. അത് മൂൺഷോട്ട് AI. ഏതാണ് മൂൺഷോട്ട് AI എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ചൈനീസ് ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ചൈനയിലുള്ളൊരു സ്റ്റാർട്ടപ്പ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന മൂൺഷോട്ട് AI എന്ന് പറയുന്നത്. സോ അവരാണ് റീസെന്റ് ആയിട്ട് കിമി K3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ AI മോഡൽ വികസിപ്പിച്ചത്. സോ അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി ഒരു ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ജൂലൈയിൽ നൗൾ ചുഴലിക്കാറ്റ് വീശിയത് ഏത് രാജ്യത്താണ്? അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇടയ്ക്ക് 2-3 കാറ്റുകൾ ഇതേപോലെ ചൈനയിൽ നാശം വിതച്ച ഒരുപാട് കാറ്റുകൾ ഉണ്ടായിരുന്നു. സോ പുതിയ ഒരെണ്ണം കൂടി വന്നിരിക്കുകയാണ്. അതായത് നൗൾ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ ചൈനയിൽ വീശിയിരിക്കുകയാണ്. ഇതിന് പേര് കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൗൾ എന്ന പേര് കൊടുത്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര കൊറിയ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. ഉത്തര കൊറിയയാണ് നൗൾ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് കൊടുത്തത്. സോ അതും കൂടെ ഓർക്കുക. ഇനി നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമ്മുടെ ഇന്ത്യയിലെ അല്ല, ഇത് പുറത്തുള്ളതാണ്. കാര്യം ഇന്ത്യയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ 45ാമത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്താണ് ഉത്തർപ്രദേശിലെ സാർനാഥ് ഡിക്ലെയർ ചെയ്ത കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പോൾ അതിന്റെ അതേ സമയത്ത് തന്നെ, അതായത് നമ്മുടെ എന്താണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന 48ാമത് യുനെസ്കോ സെഷനിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 25 പ്രദേശങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 25 പ്രദേശങ്ങളാണ് നമ്മുടെ സാർനാഥ് ഉൾപ്പെടെ 25 പ്രദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെറിറ്റേജ് സൈറ്റിലേക്ക് 2026 ജൂലൈയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് 2026 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിലെ പർവ്വതം ഏതാണ്? അപ്പോൾ 2026 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിലെ പർവ്വതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് ഒളിമ്പസ്. ഏതാണ്? മൗണ്ട് ഒളിമ്പസ് ആണ്. കാര്യം ഈ പറയുന്ന ഗ്രീസിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഈ പറയുന്ന മൗണ്ട് ഒളിമ്പസ് എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ എന്ത് ചെയ്യണം, ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന 2026 എന്ത് ചെയ്തിരിക്കുകയാണ്, ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക.
ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീക്ക് പുരാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് എന്ന് പറയുന്നത് സ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്യൂസ് എന്ന് പറയുന്ന ദേവൻ ഉൾപ്പെടെയുള്ള മറ്റ് 12 ദൈവങ്ങളുടെയും എന്താണ് വാസസ്ഥലമായിട്ട് കരുതപ്പെടുന്നതും ഏത് തന്നെയാണ് ഈ ഒരു മൗണ്ട് ഒളിമ്പസ് ആണ്. സോ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. സോ ഗ്രീക്ക് പുരാണമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ഗ്രീക്കിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായിട്ടുള്ള ഏതാണ് മൗണ്ട് ഒളിമ്പസ് 2026 ജൂലൈ മാസത്തിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 2026 ജൂലൈ മാസത്തിൽ 25 പൈതൃക സൈറ്റുകളാണ് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള സാരാനാഥ് ഒന്നാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബഹിരാകാശ ദൗത്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ഗ്രഹങ്ങളുടെ വലയ കണികകളെ കുറിച്ച് നേരിട്ടുള്ള പഠനത്തിനായിട്ട് പ്രാക്സിസ് ദൗത്യം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? അപ്പോൾ ഇവിടെ ദൗത്യത്തിന്റെ പേര് ഇതാണ്, പ്രാക്സിസ് എന്ന് പറയുന്ന ദൗത്യം. സോ അത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ ഏജൻസി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസയാണ്. അപ്പോൾ അമേരിക്കയുടെ നാസ എന്ത് ചെയ്യാൻ പോവാണ്? പ്രാക്സിസ് എന്ന് പറയുന്ന ഒരു ദൗത്യം വിക്ഷേപിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് പ്രാക്സിസിന്റെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനറ്ററി റിംഗ്സ് ഓട്ടോണമസ് എക്സ്പ്ലോറേഷൻ വിത്ത് ഇൻ സിറ്റു സാമ്പിളിംഗ് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രാക്സിസിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. സോ പ്രാക്സിസിന്റെ പൂർണ്ണരൂപം അത്യാവശ്യം ലെങ്തിയാണ്, എന്നിരുന്നാലും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. പ്ലാനറ്ററി റിംഗ്സ് ഓട്ടോണമസ് എക്സ്പ്ലോറേഷൻ വിത്ത് ഇൻ സിറ്റു സാമ്പിളിംഗ് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രാക്സിസിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ദെൻ ഞാൻ പറഞ്ഞു നാസയാണ് ഇത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ദെൻ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ വലയ കണികകളെ കുറിച്ച് നേരിട്ട് പഠനം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ശനി ഉണ്ടല്ലോ, ശനി എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ ആ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ വളയങ്ങളിലെ സാമ്പിൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക, അവിടെ വെച്ച് തന്നെ അത് പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുക? ഒരു യുറാനസ്, നെപ്റ്റ്യൂൺ പോലെയുള്ള ഗ്രഹങ്ങളുടെ വളയങ്ങളുടെ സാമ്പിളൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ ഇതിന്റെ പരിഗണനയിലുണ്ട്. സോ ബേസിക്കായിട്ട് കൂടുതലും പറഞ്ഞു കാണുന്നത് ശനിയാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2026 നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെ വെച്ചാണ്? ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുവാണ് അല്ലേ. സോ ഇവിടെ ഒരു ഇന്ത്യൻ താരം ഒരു റെക്കോർഡ് നേടിയിരിക്കുകയാണ്. അതായത് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഗുൽവീർ സിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഗുൽവീർ സിംഗ് ആണ്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗുൽവീർ സിംഗ് ഒരു വെള്ളിയാണ് നേടിയത്. സോ ബാക്കി കാര്യങ്ങളൊക്കെ, ബാക്കി മെഡൽ ജേതാക്കളെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഇത് ഇങ്ങനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ കോമൺവെൽത്ത് കഴിയട്ടെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് 2026 ജൂലൈയിൽ അന്തരിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ആരെന്നാണ്? അത് രമേശൻ പാലേരി ആണ്. സോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലൊക്കെ എന്ത് ചെയ്തത്? ഈ ഒരു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എത്തിയെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. സോ അങ്ങനെയുള്ള രമേശൻ പാലേരി അന്തരിച്ചു. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം പ്രിലിംസ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ മെയിൻസ് ഒക്കെ വരാൻ പോവുകയാണ്. സോ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് പഠിത്തം ആരംഭിച്ചുകൊള്ളുക. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ല എങ്കിൽ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടിന്റെ കരട് തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു? അച്യുത് ശങ്കരസ് നായർ ആണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2026 പുറത്തുവിട്ട നീതി ആയോഗിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സിൽ വലിയ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതെന്ന് പറഞ്ഞു? ഗുജറാത്ത് ആണ്. അതിനുശേഷം പറഞ്ഞത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പേരിനൊപ്പം മഹാത്മാഗാന്ധി എന്ന് ചേർക്കാനായിട്ട് നടപടി ആരംഭിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു? കർണാടകയാണ്. അതിനുശേഷം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഉപഭോക്താക്കൾക്ക് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് വഴി LPG സിലിണ്ടർ വീട്ടുപടിക്കൽ എത്തിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ഭൂകമ്പമായിരുന്നു. അതായത് 2026 ജൂലൈ മാസത്തിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലാണ്. എന്നാൽ 2026 ജൂൺ മാസത്തിലാണെങ്കിൽ വെനസ്വേലയിൽ ഒരു ഇരട്ട ഭൂകമ്പം ഉണ്ടായി, കൃത്യമായിട്ട് ഓർത്തേക്കുക. അതിനുശേഷം പറഞ്ഞു അടുത്തിടെ കിമി K3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ AI മോഡൽ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് മൂൺഷോട്ട് AI ആണെന്ന് പറഞ്ഞു. ഇത് ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചൈനയാണ് കേട്ടോ, ചൈനയാണ്. അതും കൂടെ ഓർത്തേക്കുക.
അതിനുശേഷം 2026 ജൂലൈയിൽ നൗൾ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണെന്ന് പറഞ്ഞു, ചൈനയിലാണെന്ന് പറഞ്ഞു. അതിന് പേര് കൊടുത്തത് ഉത്തര കൊറിയയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം 2026 ജൂലൈ മാസത്തിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിലെ പർവ്വതം ഏതാണ്? മൗണ്ട് ഒളിമ്പസ് ആണ്. സോ കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. 2026 ജൂലൈ മാസത്തിൽ ഏകദേശം 25 പ്രദേശങ്ങളെയാണ് ഈ പറയുന്ന വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മൗണ്ട് ഒളിമ്പസ് ഒന്ന് ചർച്ച ചെയ്തത്. ഓക്കെ, അതിനുശേഷം പറഞ്ഞത് ഗ്രഹങ്ങളുടെ വലയ കണികകളെ കുറിച്ച് നേരിട്ടുള്ള പഠനത്തിനായിട്ട് എന്താണ് പ്രാക്സിസ് എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസയാണ്. കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം കോമൺവെൽത്ത് ഗെയിംസിലെ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു? ഗുൽവീർ സിംഗ് ആണ്. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. അതായത് രമേശൻ പാലേരി എന്ന് പറയുന്ന എന്താണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ ചെയർമാൻ എന്ത് ചെയ്തു? അന്തരിച്ചു. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കും. അപ്പോൾ ടാലന്റിന്റെ അറിവിടത്തെ പറ്റി അറിയാത്ത PSC ഉദ്യോഗാർത്ഥികളില്ല. കാരണം നമ്മുടെ SCRT ബേസ് ചെയ്തിട്ട് ടാലന്റ് പുറത്തിറക്കിയ പുസ്തകങ്ങളാണ് അറിവിടം എന്ന് പറയുന്നത്. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് സോഷ്യലിനും സയൻസിനും സെപ്പറേറ്റ് ബുക്സ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് അറിവിടത്തിന്റെ ഒരു ഓഫർ വീക്ക് തന്നെ ഞങ്ങൾ തരികയാണ്. അതായത് ഈ ഒരു ഓഫർ വീക്ക് ജൂലൈ 27 മുതൽ 31 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. സോ ഈ ഒരു ഓഫർ വീക്കിൽ നിങ്ങൾക്ക് അറിവിടത്തിന്റെ ഏത് ബുക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന ഓരോ ബുക്കിനും 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഡേറ്റ് മറന്നു പോകാതിരിക്കുക. 27 മുതൽ 31 വരെയാണ്. 750 രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2022-24 കാലയളവിലുള്ള കറണ്ട് അഫയേഴ്സ് ബുക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടായിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ QR സ്കാൻ ചെയ്യുന്ന പറ്റുന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാൻസ് മിസ്സാക്കി കളയേണ്ട. കാര്യം SCRTയിലെ മാർക്ക് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ തിരികെ സ്കൂളിൽ എത്തിക്കാനായിട്ട് സംരസ് വിദ്യാസേതു ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? കേരളമാണോ, തമിഴ്നാടാണോ, മഹാരാഷ്ട്രയാണോ, ഗുജറാത്താണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ജൂലൈയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏതെന്നാണ്? സ്പെയിനാണോ, ഇറ്റലിയാണോ, ജർമ്മനിയാണോ, പോർച്ചുഗലാണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ചലച്ചിത്ര നടൻ ഇന്ദ്രധനുസിന്റെ ആത്മകഥയുടെ പേര് എന്തെന്നാണ്? അപ്പോൾ ഇന്ദ്രധനുസ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാർക്കായിട്ട് സഹജീവനം എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യ സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ച ജില്ല ഏതെന്നാണ്? ഇത് മലപ്പുറമാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂലൈ 30-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.